ഹലോ, നമസ്കാരം. ഞാനിതാ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. അതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ചു. ഇത് യുകെയിലെ ബൈക്ക് ലൈസൻസ് എടുക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഞാനത് എടുത്തത് എങ്ങനെയെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ തരാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാർ ലൈസൻസ് പൊതുവേ എല്ലാവർക്കും അറിയാം. ലൈക്ക് തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് കാർ ലൈസൻസ് കിട്ടും. ബൈക്ക് ലൈസൻസിന് കുറച്ചുകൂടി പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ബൈക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോറേജ് ലൊക്കേഷനിലേക്കാണ്. ബൈക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ ഇവൻ എന്താ പ്രാന്താണോ ബൈക്ക് എന്താ സ്റ്റോർ ചെയ്യാനുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നമ്മളെ ബൈക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തെഫ്റ്റായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സൈക്കിളുകൾക്കും അതുണ്ട്. സൈക്കിളിനെ പറ്റി പറഞ്ഞപ്പോൾ അതെ, ഇപ്പോൾ നമ്മുടെ മുന്നിലൊരു സൈക്കിളുകാരൻ പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ സൈക്കിൾ അല്ലെങ്കിൽ ആൾക്കാർ അതല്ലെങ്കിൽ കുതിരകൾ ഇവർക്കൊക്കെ ഭയങ്കര കൺസിഡറേഷനാണ്. നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ ഒരു സൈക്ലിസ്റ്റിനെ കണ്ടാൽ അയാൾ സേഫ് ആവാണ്ട് നമ്മൾ ആരും അവരെ ഓവർടേക്ക് ചെയ്യില്ല. അപ്പോൾ അതിപ്പോൾ എത്ര സ്ലോ ആയിട്ടാണ് അവർ പോകുന്നത് എന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പ്രോപ്പറായിട്ട് സേഫ് ആയിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇവിടെ എനിക്ക് ഓവർടേക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ ഓൾമോസ്റ്റ് നമ്മളും അയാളും അവിടുത്തെ സ്പീഡ് ലിമിറ്റിനോട് അടുത്തുള്ള സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഓവർടേക്ക് ചെയ്യേണ്ട കാര്യമില്ല, അയാളുടെ പിന്നാലെ പോയാൽ മതി. പക്ഷേ ഇനി 20 സോണിലൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ 20 അല്ല സോറി ഹൈ സ്പീഡ് സോണിലെത്തുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ഇതിങ്ങനെ കുറേ നേരം പോകാൻ പറ്റില്ല. അപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു കാറിനെ ഓവർടേക്ക് ചെയ്യാൻ എത്ര ഇത് ഗ്യാപ്പ് എടുക്കുന്നോ ആ ഗ്യാപ്പ് എടുത്തിട്ട് വേണം സൈക്കിളുകൾ ഓവർടേക്ക് ചെയ്യാൻ. കുതിരകളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. കാരണം നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ കുതിരകൾ പാനിക് ആവാൻ പാടില്ല. ഇപ്പോൾ ലൗഡ് വെഹിക്കിൾസ് ആണെങ്കിൽ അവരവിടെ നിർത്തി കൊടുക്കും. എന്നിട്ട് കുതിരകൾ പോയി കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലില്ലാത്ത കുറേ കൺസിഡറേഷൻസ് നമുക്കിവിടെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ കൊടുക്കാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ ഹൈവേ കോഡ് പഠിക്കുമ്പോഴൊക്കെ നമ്മളതിന് ട്രെയിൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ പോയിന്റിലേക്ക് വരാം. സംഭവം ബൈക്ക് ലൈസൻസ് എടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ബൈക്ക് ലൈസൻസുകൾ ഇവിടെ 4 കാറ്റഗറിയാണുള്ളത്. AM, A1, A2, A. ഈ AM എന്ന് പറഞ്ഞാൽ മൊപ്പേഡ് ഓടിക്കാനുള്ളത്. അതിന് മിനിമം ഏജ് റിക്വയർമെൻറ്റ് 16 വയസ്സ്. 16 വയസ്സായി കഴിഞ്ഞാൽ 50 cc എഞ്ചിനുള്ള ടോപ്പ് സ്പീഡ് 25-ൻ്റെയും 45 കിലോമീറ്റർ പെർ ഹവറിൻ്റെയും ഇടയിൽ ഓടിക്കാൻ കാപ്പബിലിറ്റി ഉള്ള ബൈക്കുകൾ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ഇത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ കമ്പൽസറി ബേസിക് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള CBT, അത് കഴിഞ്ഞിട്ടൊരു തിയറി ടെസ്റ്റ്, ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് മൊപ്പേഡ്സ് ഓടിക്കാൻ പറ്റും. അതല്ലാതെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കാറ്റഗറി A1 ആണ്. അത് ലൈറ്റ് മോട്ടോർ സൈക്കിൾസ്. അത് 125 cc വരെയുള്ള മോട്ടോർ സൈക്കിൾസാണ് ഓടിക്കാൻ പറ്റുക. പക്ഷേ അതിന് ഫ്രണ്ടിലും ബാക്കിലും എൽബോർഡ് വെച്ചിട്ട് വേണം അത് ഓടിക്കാൻ. അതെടുക്കണമെങ്കിലും ഇതേപോലെ CBT, തിയറി ടെസ്റ്റ്, പിന്നെ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ്. പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് CBTൻ്റെ കൂടെയുള്ള ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് തന്നെയാണ്. ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി A1 കാറ്റഗറി മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കാൻ പറ്റും. പിന്നുള്ളത് അതിൻ്റെ കുറച്ചുകൂടി കൂടിയ കാറ്റഗറി, അതായത് കാറ്റഗറി A2. ഇത് ഓടിക്കണമെങ്കിൽ നമുക്ക് 19 വയസ്സാവണം. 19 വയസ്സായി കഴിഞ്ഞാൽ 47 bhp വരെയുള്ള മോട്ടോർ ബൈക്സ് നമുക്ക് ഓടിക്കാൻ പറ്റും. അതിന് വേണ്ടത് തിയറി പാസ്സാവണം, പ്രാക്ടിക്കൽ പാസ്സാവണം, CBTയും പാസ്സാവണം. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹയർ കാറ്റഗറി വരുന്നത് കാറ്റഗറി A, ഫുൾ കാറ്റഗറി. ഇത് എടുക്കണമെങ്കിൽ നമുക്ക് മിനിമം ഏജ് റിക്വയർമെൻറ്റ് 24 വയസ്സാണ്. ഇത് 2 രീതിയിലെടുക്കാം. പ്രോഗ്രസീവായിട്ടും എടുക്കാം, ഡയറക്റ്റ് എൻട്രിയിലും എടുക്കാം. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് 16 വയസ്സായപ്പോൾ ഇത് AM എടുത്തു, പിന്നെ A1 എടുത്തു, പിന്നെ A2 എടുത്തു, പിന്നെ Aയിലേക്ക് പോകാം. അതല്ല 24 വയസ്സാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് A കാറ്റഗറിയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് ആയിരുന്നു, ഡയറക്റ്റ് ആക്സസ് എന്ന് പറയും. അപ്പോൾ അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് CBT എടുക്കണം. CBT എന്ന് പറയുന്നത് കമ്പൽസറി ബേസിക് ട്രെയിനിങ്. ഇതിനകത്ത് നമ്മൾ ബൈക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, പിന്നെ പൊസിഷനിങ്, ഓവർടേക്ക് ചെയ്യുമ്പോൾ എവിടെയൊക്കെ നോക്കണം, ബൈക്ക് എടുക്കുന്നതിന് മുന്നേ എവിടെ നോക്കണം, ഒരു കോർണർ എടുക്കുമ്പോൾ എവിടേക്ക് നോക്കണം, പിന്നെ നമ്മളൊരു ജംഗ്ഷൻ ക്രോസ് ചെയ്യുമ്പോൾ എവിടെ കൊണ്ടുപോയി നിർത്തണം, ഏത് ആംഗിളിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പഠിപ്പിക്കും. അത് ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ സേഫായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ പഠിപ്പിക്കും. അപ്പോൾ CBT ഒരു 1 day ഇവൻ്റാണ്. രാവിലെ കയറി കഴിഞ്ഞാൽ രാവിലെ അവരൊരു ഹാഫ് ഡേ വരെ അവർ നമുക്ക് ബേസിക് ട്രെയിനിങ്ങുകൾ തരും. ബൈക്ക് നമ്മൾക്ക് ഒരു 125 cc ബൈക്ക് തന്നിട്ട് അത് അവരുടെ തന്നെ ഒരു ചെറിയ ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും നമുക്കതിൻ്റെ ബ്രീഫിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു റൈഡ് പോകുമ്പോൾ ഇൻസ്ട്രക്ടർ നമ്മളോട്
റേഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അവർ നമ്മുടെ ബാക്കിലുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓടിക്കുന്നത്, ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടോ, നമ്മുടെ പൊസിഷനിങ് എങ്ങനെയാണ്, നമ്മൾ നോട്ടം എങ്ങനെയാണ്, ഒബ്സർവേഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നോക്കും. സ്പീഡ് ലിമിറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നോക്കും. ബൈക്ക് എങ്ങനെ ഓടിക്കുന്നു, എവിടെ നിർത്തുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പോണ വഴിയിലെ ഇടയിൽ അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത്, സിഗ്നൽ എങ്ങനെയാണ് ഇടുന്നത്, ഇതെല്ലാം അവർ നോക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരമായി കഴിഞ്ഞ് നമ്മൾ സക്സസ്ഫുള്ളി ഇതെല്ലാം ഓടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം അവർ CBT സർട്ടിഫിക്കറ്റ് തരും. ഈ സർട്ടിഫിക്കറ്റും നമ്മൾ തിയറി പാസ്സായതും വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഫുൾ ലൈസൻസിനുള്ള സ്ലോട്ട് എടുക്കുന്നത്. ഫുൾ ലൈസൻസ് 2 ടെസ്റ്റുകളാണ്, മൊത്തം 4 ടെസ്റ്റുകളാണുള്ളത്. അതിൽ CBT തിയറി ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പാസ്സായി. പിന്നെ ഉള്ളത് 2 പ്രാക്ടിക്കൽ സെഷൻസാണ്. 2 പ്രാക്ടിക്കൽ സെഷൻസ് എന്ന് പറയുമ്പോൾ അത് ഒന്ന് മോഡ്യൂൾ 1ഉം പിന്നെ മോഡ്യൂൾ 2ഉം. ഈ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ഒരു ഓഫ് ദ റോഡ് സെഷനാണ്. അത് 20 മിനിറ്റ് ഉണ്ടാവുള്ളൂ യൂഷ്വലി. അതിനകത്ത് നമുക്ക് 7 ടെസ്റ്റുകളാണുള്ളത്, 7 എക്സസൈസാണുള്ളത്. ഒന്ന് മാനുവൽ ഹാൻഡ്ലിംഗ്, സ്ലാലം, ഫിഗർ ഓഫ് 8, അതൊരു കമ്പൈൻഡ് ടെസ്റ്റ്. പിന്നെ സ്ലോ റൈഡ്, യു ടേൺ, കോർണറിങ്, എമർജൻസി സ്റ്റോപ്പ്, ഹസാർഡ് അവോയ്ഡൻസ്. 7 തന്നെയല്ലേ? 1 2 3 4 5 6 7. യെസ്, 7 തന്നെ. ഈ 7 ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞ് അത് പാസ്സായാലാണ് മോഡ് 2ലേക്ക് നമ്മൾ എലിജിബിൾ ആവുന്നത്. സോ ഓക്കെ, നമ്മൾ മോഡ് 1ൻ്റെത് മാനുവൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്ക് സ്റ്റാർട്ടാക്കാതെ നമ്മൾ ഇറങ്ങിയിട്ട് തള്ളിയിട്ട് അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. അത് ഒരുപാട് ദൂരെയൊന്നുമല്ല, ഒരു ബോക്സിനകത്തുനിന്ന് എടുത്തിട്ട് തിരിച്ച് പിന്നിലേക്ക് തള്ളി നമ്മൾ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്ത് ബൈക്ക് സ്റ്റാൻഡിലിട്ട് സെക്യൂറാക്കി നിർത്തുന്നത്, അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ നമ്മൾ ബൈക്ക് എടുക്കുന്നത് മുതൽ ബൈക്ക് എങ്ങനെ തള്ളുന്നത്, തള്ളിയിട്ട് പിന്നെ പിന്നിലേക്ക് ആക്കുന്നുണ്ടോ, ഒരുപാട് പ്രാവശ്യം മുന്നിലേക്കും പിന്നിലേക്ക് ആക്കി കൊണ്ടുപോയി നിർത്താൻ പറ്റില്ല. അതിനൊക്കെ ഒരു കണക്കുണ്ട് എല്ലാത്തിനും. അങ്ങനെ കൊണ്ടുപോയി നിർത്തിയിട്ട് സ്റ്റാൻഡ് സെക്യൂർ ആണെന്ന് ഉറപ്പ് വരുത്തി നിർത്തി അവിടെ സൈഡിൽ നിൽക്കണം. അതാണ് മാനുവൽ ഹാൻഡ്ലിംഗ്. പിന്നെ സ്ലാലം, ഫിഗർ ഓഫ് 8 എന്ന് പറഞ്ഞാൽ, സ്ലാലം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ലോങ് ഇതായിട്ട് കുറച്ച് കോൺസ് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ സിഗ്സാഗിൽ വണ്ടി ഓടിക്കുക, എന്നിട്ട് കൊണ്ടുപോയിട്ട് ഒരു 8 ഇടാനുള്ളൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ 2 3 പ്രാവശ്യം 8 ഇടുക, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ടർ പറയുന്നത് വരെ 8 ഇടുക. അങ്ങനെ 8 ഇട്ടിട്ട് പിന്നെ അയാളുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തുക. അതാണ് ആ ഒരു എക്സസൈസ് ഉള്ളത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ബൈക്ക് വെച്ചിട്ടുള്ള ആ സ്ഥലത്താറായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്കുള്ള വീഡിയോ എടുക്കുന്നില്ല, അത് അയാളുടെ വീടും കൂടെയാണ്. സോ ഞാൻ ഈ വീഡിയോൻ്റെ ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് ഞാനത് കട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ ഞാൻ ബൈക്കിൽ കയറിയിട്ടുള്ള പരിപാടികൾ തുടങ്ങാം. ഇതിപ്പോൾ നമ്മൾ ആ ഗേറ്റിലെത്തി. സോ ഞാനിനി ബൈക്കിൽ കയറിയിട്ടുള്ള ബൈക്ക് ഓടിക്കുമ്പോൾ ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ബൈക്ക് റൈഡ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഒരു ചെറിയ റൈഡാണ് പോകുന്നത്. ഇവിടെ ഒരു എയറോഡ്രാം ഉണ്ട്, അവിടെ ഒരു ഫ്ലൈറ്റ് ഡെക്ക് കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്, ആ കഫേയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം പ്ലാൻ ചെയ്തതാണ്. സോ ഇന്ന് പോയേക്കാന്ന് വെച്ചു. രാവിലെ ഇപ്പോൾ എണീറ്റിട്ട് ബൈക്ക് എടുത്തിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗർ ഓഫ് 8ഉം സ്ലാലോമും പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് സ്ലോ റൈഡാണ്. അപ്പോൾ നമ്മൾ ഫിഗർ ഓഫ് 8 കഴിഞ്ഞിട്ട് ഈ ഇൻസ്ട്രക്ടറുടെ അടുത്ത് കൊണ്ടുപോയി നിർത്താൻ പറയുക. അവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടും ബാക്കും എല്ലാം നോക്കി എല്ലാം സെക്യൂർ ആണെന്ന് ഇതായി കഴിഞ്ഞാൽ അയാൾ പറയും അടുത്തത് സ്ലോ റൈഡ് ആണെന്ന് പറയും. സ്ലോ റൈഡ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയും നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം, ഒരു 50 മീറ്റർ അല്ലെങ്കിൽ ഒരു 20 മീറ്റർ ദൂരം മെല്ലെ ഓടിച്ച് അവിടെ ഒരു ബോക്സ് ഉണ്ടാവും, ആ ബോക്സിനകത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തണം. അതാണ് എക്സസൈസ്. അപ്പോൾ ഒരുപാട് സ്പീഡിൽ പോകാൻ പാടില്ല, ഒരു നടക്കുന്ന സ്പീഡിൽ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തുക. വണ്ടി സ്റ്റോൾ ചെയ്ത് ഓഫ് ആവാനും പാടില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തുകയാണ് വേണ്ടത്. സോ ആ ഒരു ഇതിനകത്ത് നമ്മൾ കൊണ്ടുപോയി കറക്റ്റാക്കിയിട്ട് നിർത്തി കഴിഞ്ഞാൽ ആ ടെസ്റ്റ് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് യു ടേൺ ആണ്. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഇൻ ദ സെൻസ് ഇതൊരു ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം റോഡ് എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ മാർക്കിങ്ങിലൂടെ അതൊരു റോഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ ഒരു യു ടേൺ എടുക്കുകയാണ് അടുത്ത എക്സസൈസ്. അപ്പോൾ യു ടേൺ എടുക്കുമ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്നത് മുതൽ യു ടേൺ എടുത്ത് അയാളുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തുന്നത് വരെയാണ് ആ എക്സസൈസ്. ഈ ഗ്രൗണ്ടിലാണെങ്കിൽ കൂടി നമ്മൾ റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണോ അതുപോലെ ബിഹേവ് ചെയ്യണമെന്ന് അവരാദ്യം തന്നെ ഇൻസ്ട്രക്ഷൻ തരും. അപ്പോൾ റോഡിൽ ബിഹേവ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബൈക്ക് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഷോൾഡറിന് മേലെ കൂടി ലെഫ്റ്റും റൈറ്റും നോക്കി ബാക്കിൽ വണ്ടി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ബൈക്ക് എടുക്കേണ്ടത്. അതാണ് ഇവിടുത്തെ റൂൾ. സോ മിററിൽ നോക്കുന്ന പോരാ, ഓവർ ദ ഷോൾഡർ തന്നെ നോക്കണം. കാരണം ചിലപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ വരുന്ന വണ്ടികൾ കാണാൻ പറ്റില്ല എന്നുള്ള ആ ഒരു തിയറി വെച്ചിട്ടാണ് അത് ചെയ്യാൻ പറയുന്നത്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് യു ടേൺ എടുക്കുമ്പോൾ നിലത്ത് കാല് കുത്താതെ അയാളുടെ അടുത്ത് കൺട്രോൾ ചെയ്തിട്ട് നോസ് ഡൈവ് ചെയ്യാതെ പ്രോപ്പറായിട്ട് കൊണ്ടുപോയി നിർത്തണം. അതാണ് യു ടേൺ. പിന്നെ ഉള്ളത് കോർണറിങ്ങും കൺട്രോൾ സ്റ്റോപ്പ്.
ഒരു മിനിമം സ്പീഡ് റിക്വയർമെൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അത് കുറച്ച് ദൂരം, ഒരു 100 മീറ്ററിന് മേലെ ബൈക്ക് ഓടിക്കാനുണ്ട്. അത് ഈ ഗ്രൗണ്ടിൽ തന്നെ ഈ 100 മീറ്ററിന് മേലെ ബൈക്ക് ഓടിച്ചിട്ടൊരു കർവ് പോലെ എടുത്ത് വന്നിട്ട് കൺട്രോളായിട്ട് ഒരു ബോക്സ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് കൺട്രോൾഡ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് ആ എക്സസൈസ്. അത് ചെയ്ത് കഴിഞ്ഞ് കൺട്രോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എമർജൻസി സ്റ്റോപ്പാണ്. എമർജൻസി സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു വരിക, അയാൾ കൈ പൊക്കുമ്പോൾ എമർജൻസി ആയിട്ട് ഫ്രണ്ടും ബാക്കും പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര കൺട്രോൾഡ് ആയിട്ട് എമർജൻസി സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ്. നമ്മൾ ഫാസ്റ്റായിട്ട് വരിക, ഫ്രണ്ടും ബാക്കും പിടിച്ചിട്ട് വണ്ടി ലൈക്ക് കൺട്രോൾ പോയി സ്കിഡ് ആവാതെ പ്രോപ്പറായിട്ട് നിർത്താൻ പറ്റുക. അതാണ് എമർജൻസി സ്റ്റോപ്പ്. നെക്സ്റ്റ് വൺ ഹസാർഡ് അവോയ്ഡൻസ്. ഹസാർഡ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ വന്നിട്ട് ഫ്രണ്ടിലൊരു കോൺ ഉണ്ടാവും, അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ അത് അവോയ്ഡ് ചെയ്ത് കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് ഹസാർഡ് അവോയ്ഡൻസ്. അതിനും ഒരു മിനിമം സ്പീഡ് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് എല്ലാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇതാണ് ടെസ്റ്റാണ് മോഡ് 2. മോഡ് 2 ചെയ്യണമെങ്കിൽ അടുത്ത അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം. ഇതിപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റിൽ ചെയ്തതാണ് മോഡ് 1. ഇനി മോഡ് 2ലേക്ക് പോകുമ്പോൾ അത് നോർമൽ റോഡ് ടെസ്റ്റാണ്. റോഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിൽ പോവും, നമ്മുടെ ബാക്കിൽ ഇൻസ്ട്രക്ടർ വേറെ ബൈക്കിലുണ്ടാവും. ഇവിടെ ഒരിക്കലും ഇൻസ്ട്രക്ടേഴ്സ് നമ്മുടെ ബൈക്കിൽ കയറിയിരിക്കില്ല. അവർ അവരുടെ ബൈക്കിൽ അവരുടെ പേസിലാണ് വരിക. അവരുടെ ബോഡി ക്യാം ഉണ്ടായിരിക്കും. ബോഡി ക്യാമിൽ നമ്മൾ റെക്കോർഡഡ് ആയിരിക്കും. പിന്നെ അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് റേഡിയോയിലൂടെ തന്നുകൊണ്ടിരിക്കും. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് പോകണം, അടുത്ത ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ നിർത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വന്നിട്ട് ആ പോയിന്റിൻ്റെ ഒരു കാറ് മുന്നേ നിർത്തണം, അല്ലെങ്കിൽ 2 കാറ് മുന്നേ നിർത്തണം. ഇതൊക്കെയാണ് അവർ തരുന്ന ഇൻസ്ട്രക്ഷൻ. ഇത് കൂടാണ്ട് അവർ പറയും ഇനി ബോർഡ് നോക്കിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം. അങ്ങനെയൊക്കെയാണ് അവർ ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ ഈസി ആണെങ്കിൽ കൂടി നമ്മൾ ആ സമയത്ത് ഞാൻ കുറച്ച് നെർവസ് ആയിട്ട് ആ ഒരു ഇതിലാണ് പോയിട്ടുള്ളത്. ബട്ട് ലക്കിലി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഒരു സേഫായിട്ട്, നമ്മൾ എത്ര സേഫായിട്ട് വണ്ടി ഓടിക്കുന്നു എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. അല്ലാതെ ഇവന് സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ ഇയാൾക്ക് എന്താ പറയുക ബൈക്ക് ഓടിക്കാൻ നല്ല സ്കില്ലാണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നോക്കുന്നത്. എത്ര സേഫായിട്ടാണ് നമ്മൾ ബൈക്ക് ഓടിക്കുന്നത്, ഇയാൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഇയാളും സേഫാണ്, ബാക്കി റോഡിലൂടെ പോകുന്ന ആൾക്കാരും സേഫാണോ അല്ലേ എന്നുള്ളതാണ് അവിടുത്തെ ടെസ്റ്റിൽ അവർ ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് സെൻറ്ററിലേക്ക് പിന്നെയും തിരിച്ച് വന്നിട്ട് അവരവിടെ ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് എങ്ങനെയാണ് വേണ്ടത്, അത് പോസ്റ്റലായിട്ട് വരണോ അതോ എവിടെ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോസ്റ്റലായിട്ട് വരുന്നതാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇതിലേക്ക് ഇത് വന്നു. ടെസ്റ്റ് കഴിഞ്ഞ അന്ന് മുതൽ പിന്നെ പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ഓടിക്കാൻ എലിജിബിളാണ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. താങ്ക് യു. വീണ്ടും കാണാം.